ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളാണ്. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. യേശുവിനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്ത് ഈ ഭൂമിയിലേക്ക് അയച്ചു. സർവശക്തനായ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. നാം അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അങ്ങനെ ദൈവം അഭിഷേകം ചെയ്ത് ഭൂമിയിലേക്ക് അയച്ച യേശുവിന് വിരോധമായി രാജാക്കന്മാരും അധിപതിമാരും കൂട്ടം കൂടുകയും അവനെ ഒടുക്കിക്കളയാൻ തീരുമാനിക്കുകയും ചെയ്തു. നാം അത് സുവിശേഷങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം പറയുകയാണ്, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. കർത്താവായ യേശുവിന് വിരോധമായി, തൻ്റെ അഭിഷേകത്തിന് വിരോധമായി കൂട്ടം കൂടുമ്പോൾ സ്വർഗത്തിലെ ദൈവം നോക്കി ചിരിക്കുക. കാരണം ആരോടാണ് കളിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ദൈവം പറയാണ്, ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അതിന് വിരോധമായി കൂട്ടം കൂടുന്നവരുടെ ദൈവം പറയാണ്, അന്ന് ഞാൻ കോപത്തോടെ അവരുടെ അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. അതെ, കർത്താവായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ച് അയക്കുമ്പോൾ അവന് വിരോധമായി അധിപതികൾ രാജാക്കന്മാർ എഴുന്നേറ്റപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുക. ദൈവം അവരോട് കോപത്തോടെ അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ദൈവം ഭ്രമിപ്പിച്ചു കളയും. ഈ സന്ദേശത്തിൽ മറ്റൊരു കാര്യം കൂടി അടങ്ങിയിരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ ദൈവം നിയോഗിച്ച് അയച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ വിളിക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട ദൈവജനത്തോടും ദൈവം ഇങ്ങനെ കരുണ കാണിക്കുന്നവനാണ്. നാമും തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, രാജകീയ പുരോഹിത വർഗമാണ്, ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ്, ദൈവത്തിന്റെ നിയോഗത്താൽ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ വിളിയിലുള്ളവർക്ക് വിരോധമായ ആലോചനകളും പ്ലാനുകളും പദ്ധതികളും പിശാചും അവന്റെ ഏജന്റുമാരും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം നോക്കി ചിരിക്കുക. അവർ വിചാരിക്കുന്നത് ഇവർക്ക് എതിരെ എന്തും ചെയ്യാം, ഇവർക്കാരുമില്ല, ഇവർ ഒന്നും തിരികെ ചെയ്യുകയില്ല, അതുകൊണ്ട് ഇവരോട് എന്തുമാകാമെന്ന് നിരൂപിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം ജനങ്ങൾ, ഒരു കൂട്ടം ഭരണകർത്താക്കൾ, ഒരു കൂട്ടം അധിപതികൾ കൂട്ടം കൂടുമ്പോൾ സ്വർഗത്തിലെ ദൈവം ചിരിക്കുകയാണ്. എന്നിട്ട് ദൈവം പറയുകയാണ്, ഞാൻ അവരെ ഭ്രമിപ്പിച്ചു കളയും. മോശയെ അവന്റെ ജനനത്തിൽ തന്നെ ഒടുക്കിക്കളയുവാനുള്ള ഒരു കൽപ്പന രാജാവ് പുറപ്പെടുവിച്ചു. അതേ രാജകൊട്ടാരത്തിൽ മോശ വളർത്തുവാൻ തക്കവണ്ണം ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കുന്നവനാണ്. ദൈവജനത്തിന് വിരോധമായി ആരെങ്കിലും കൂട്ടം കൂടിയാൽ, ദൈവജനത്തിന് വിരോധമായി ആരെങ്കിലും പദ്ധതികളും പ്ലാനുകളും തയ്യാർ ചെയ്യുമ്പോൾ ഈ വചനത്തെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഒന്ന് ഓർത്തുകൊള്ളുക, നീ കളിക്കുന്നത് സാധാരണക്കാരായ ആളുകളോടല്ല, ദൈവത്തിന്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോടാണ്, വിളിക്കപ്പെട്ടവരോടാണ്. അവരോട് കളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. കാരണം അവർക്കൊരു രക്ഷിതാവുണ്ട്, അവർക്കൊരു സൃഷ്ടാവുണ്ട്, അവർക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവർക്കൊരു ദൈവമുണ്ട്. അവരോട് കളിക്കുന്നത് വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുക. നീ വിചാരിക്കുന്നുണ്ടാകും, നീ ചില കുഴപ്പങ്ങൾ കാണിച്ചപ്പോൾ, നീ ചില പ്രശ്നങ്ങൾ അവർക്കെതിരെ ഉന്നയിച്ചപ്പോൾ, നീ അവരെക്കുറിച്ച് അപവാദം പറഞ്ഞപ്പോൾ, നീ അവരെ വഞ്ചിച്ചപ്പോൾ, നീ അവരെ ചതിച്ചപ്പോൾ നിനക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ നിനക്കൊന്നും പകരമായിട്ട് ലഭിച്ചില്ല എന്നോർത്ത് നീ സന്തോഷിക്കണ്ട. കാരണം ദുഷ്പ്രവൃത്തികളുടെ ശിക്ഷാവിധി പെട്ടെന്ന് നടക്കാത്തത് കൊണ്ടാണ് നീ ദോഷം ചെയ്യുവാൻ വീണ്ടും വീണ്ടും ബന്ധപ്പെടുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഒരു മുന്നറിയിപ്പ് നിന്നോട് പറയുകയാണ്, ദൈവജനത്തിനെതിരെ നീ കരുക്കൾ നീക്കുമ്പോൾ, ദൈവദാസന്മാർക്കെതിരെ നീ കരുക്കൾ നീക്കുമ്പോൾ, ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്കെതിരെ നീ കരുക്കൾ നീക്കുമ്പോൾ അത് ഭയങ്കര അപകടം പിടിച്ച കാര്യമാണെന്ന് ഓർത്തുകൊള്ളുക. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത്. 105-ാം സങ്കീർത്തനത്തിൽ 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത്. ദൈവജനത്തിന് വിരോധമായി നീ കൂട്ടം കൂടുമ്പോൾ, നീ ആലോചന ചെയ്യുമ്പോൾ നിന്റെ പദ്ധതികളെ ദൈവം പാഴാക്കി കളയുകയും നിന്റെ തലമുറകളിലേക്ക് ശാപം കൊണ്ടുവരികയും ചെയ്യും. സദൃശവാക്യം 3-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കർത്താവിന്റെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്ത, ദൈവഭയമില്ലാത്ത ആളുകളാണ് ദുഷ്ടന്മാർ. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ ശാപമുണ്ടെന്ന് തിരുവെഴുത്ത് പറയുന്നു. ആ ശാപം തലമുറകളിലേക്ക് പോകും. നീ ദൈവജനത്തോട് കളിക്കാൻ നിൽക്കില്ലേ? കാരണം
സ്വർഗത്തിൽ ദൈവം ചിരിക്കുകയാണ്. അവർക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. അവർ സ്വർഗീയ പൗരന്മാരാണ്, അവർ വിളിക്കപ്പെട്ടവരാണ്, അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അവർ ദൈവത്തിന്റെ വകയാണ്. അവരോട് കളിക്കുമ്പോൾ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, ഒരു ദൈവമകനെ, ഒരു ദൈവമകളെ തൊടുന്നവൻ ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. അത് ആപത്താണ്, അപകടമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ഒരു മന്ത്രവാദിയായിരിക്കാം, നീ ഒരു ഇരുട്ടിന്റെ ഏജന്റ് ആകാം, നീ ഒരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവനാകാം, അല്ലെങ്കിൽ നീ ഒരു പിന്മാറ്റക്കാരനാകാം. നീ ആര് തന്നെയായിരുന്നാലും നീ ദൈവമക്കളോട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കണം. നീ മറ്റുള്ളവരോട് ഇടപെടുന്നത് പോലെ അല്ല. കാരണം ദൈവം തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ, തൻ്റെ ഓമനക്കുമാരനെ കാൽവരിക്കുരിശിൽ തകർത്ത് കളഞ്ഞ് അവൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവജനത്തെ നീ തൊടുമ്പോൾ ദൈവത്തിൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം. എന്നാൽ അവർക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. അവർ രക്ഷിതാവായ ദൈവത്തിൻ്റെ, സർവശക്തനായ ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ട് ദൈവമക്കളോട് കളിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിനക്ക് മാനസാന്തരപ്പെടുവാൻ ഈ വചനം ഒരു മുഖാന്തരമായി തീരട്ടെ. നീ യേശുവിന്റെ അടുക്കലേക്ക് വന്നാൽ നിന്റെ വീട്ടിലെ നിന്ന് ശാപം മാറും, നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാകും. നിനക്കും ഈ ദൈവമക്കളെ പോലെ സന്തോഷവും സമാധാനവും വാഗ്ദത്തങ്ങളും പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ആരെങ്കിലും ഇന്ന് ഈ വചനത്തെ കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ കഠിനപ്പെട്ടു പോകാതെ, എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്, നീ ഇരുട്ടിൽ ചെയ്യുന്ന പ്രവർത്തികളെ കാണുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇരുട്ടത്ത് നിന്നെ ഓടിച്ചു കളയുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ ഓർത്തുകൊള്ളണം. ഇരുട്ടത്ത് നിങ്ങളെ നിശബ്ദരാക്കി കളയുന്ന ഒരു ദൈവമുണ്ട്. ഇരുട്ടത്ത് നിങ്ങളെ ഭ്രമിപ്പിച്ച് കളയുന്ന ഒരു ദൈവമുണ്ട്. നഹൂമിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവൻ ഇരുട്ടത്ത് അവരെ നിശബ്ദരാക്കി കളയും. അതുകൊണ്ട് മാനസാന്തരപ്പെടുക. ഇന്നീ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഈ വചനം കേൾക്കുന്ന മക്കളൊക്കെ നീ അനുഗ്രഹിക്കണം കർത്താവ്. ഇതിന്റെ വചനം അതിവേഗം ഓടുന്നതാണല്ലോ കർത്താവ്. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയ ഞങ്ങളുടെ വചനം പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വേരുടിക്കും വരെ തുളച്ചിൽ ഞങ്ങളുടെ വചനം ഇത് കേൾക്കുന്ന ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി മാനസാന്തരപ്പെടുത്തി യേശുവിന്റെ വകയായി തീരുവാനൊക്കെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ലുട്ടുന്നതിന് നേരെ കല്ല് തിരിഞ്ഞുകൊള്ളും, വല വിരിക്കുന്നവൻ ആ വലയിൽ തന്നെ അകപ്പെടും എന്നുള്ള അങ്ങയുടെ വചനങ്ങൾ ഉള്ളതുകൊണ്ട് വക്രനോട് വക്രത കാണിക്കുന്ന, ദുഷ്ടനോട് ദുഷ്ടത കാണിക്കുന്ന, നിഷ്കളങ്കനോട് നിഷ്കളങ്കത കാണിക്കുന്ന, നീതിമാനോട് നീതി ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെടുവാൻ നിന്റെ ജനത്തെ സഹായിക്കണമേ കർത്താവ്. വചനം തന്നതിനായിട്ട് സ്തോത്രം. മഹത്വമായിട്ട് എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ.